ഒരു ഗോപ്രോ, അതുപോലെ തന്നെ ഒരു ചൂരല്. നമ്മുടെ കുളത്തിനടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് കാണിച്ചു തരാവേ. ഇത് കണ്ടല്ലോ. Ready? 1, 2, 3, start. ഓ വരുന്നു ശോഭ. വരുന്നു ശോഭ ബോളുമായിട്ട്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രിക്സ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഫുൾ ഫാമിലി ചേർന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലൂക്കാപ്പി ഇവിടെ വന്നിട്ട് ഇതുണ്ടോ ഒരു രക്ഷയില്ല. എന്നാ ലൂക്കാപ്പി ശോഭയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമ്പനി. ലൂക്കാപ്പിയുടെ മെയിൻ വിനോദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചെടുത്തു. ലൂക്കാപ്പി റെഡി 2 ഗോ. ഇതുണ്ടോ ലൂക്കാപ്പിയുടെ മെയിൻ വിനോദം ശോഭേനെ ബോൾ എറിഞ്ഞിട്ട് ഫെച്ച് ചെയ്യിക്കുന്നതാണ്. ഇതുണ്ടോ കറക്റ്റായിട്ട് അവൾ കൊണ്ട് കൊടുക്കുകയും ചെയ്യുവേ. അവൻ്റെ കൊടുത്തില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമാണേ. ശോഭേനെ സംബന്ധിച്ച് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത വിഷയം അപ്പേ പിള്ളേരുമായിട്ട് ഇവിടെ എങ്ങനെയാ പിള്ളേർ നക്കുവോ അല്ലേ? മമ്മി എങ്ങനെയുണ്ട് പിള്ളേരുമായിട്ട് ശോഭ? ശോഭയ്ക്ക് കറക്റ്റ് ആയിട്ട് അറിയുകയും ചെയ്യാം പിള്ളേരെ. ഇഹാൻകുട്ടൻ നമ്മളിവിടെ വെക്കുവാണെങ്കിൽ പോലും അങ്ങനെ കയറി ഒന്നും ചെയ്യും. ഇതുണ്ട് ഇവിടെ ഒരാൾ സമയം കൊടുക്കുന്നില്ല. ഇതുണ്ടോ ശോഭ 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 എന്ന് പറഞ്ഞിട്ട് ഇവൻ ആപ്പാടെ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു മലയാളം വേർഡിൽ ഒന്നാണ് ശോഭ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ അപ്പനെ വിളിക്കും, അമ്മ വിളിക്കും, പാപ്പി വിളിക്കും, സിസി വിളിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ വിളിക്കുന്ന ഒരു പേര് ശോഭയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് കറക്റ്റായിട്ട് വിളിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ US ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തി. നാട്ടിൽ അച്ചാച്ചനും ചേച്ചി അന്നക്കൊച്ചു ലൂക്കാപ്പി എല്ലാവരും കൂടെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുകൊച്ചിൻ്റെ മാമോദീസ, കുഞ്ഞുമറിയത്തിൻ്റെ മാമോദീസയാണ് നാളെ. അപ്പം മാമോദീസയ്ക്ക് മുമ്പുള്ള നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അഞ്ചും കുഞ്ഞുമറിയും ഇവിടെ ഇല്ല. അവർ രണ്ടുപേരും അഞ്ചുവിൻ്റെ വീട്ടിലാണ് കേട്ടോ. കിളിക്കൂട് കാണണ്ടേ? കിളിക്കൂടിൻ്റെ അടിയിലാണ് അത് കാണണോ? ആരും കണ്ടിട്ടില്ല. നമ്മുടെ കിളിക്കൂടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഇവിടുന്ന് പോയ പോലെ അല്ല നമ്മുടെ കിളിക്കൂട് കേട്ടോ. അതിനു മുമ്പ് ചേച്ചി എനിക്ക് സാധനം മേടിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ. ഇതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് മേടിക്കാൻ പറഞ്ഞൊരു സാധനമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വെള്ളത്തിനടിയിൽ മീനെ കാണിക്കുന്ന സാധനമാണ് കേട്ടോ. ഇതാഴ്ചയിൽ നമുക്ക് ഫസ്റ്റ് വേണം നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിൽ ട്രൈ ചെയ്യാം. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കിളിക്കൂടിനകം കാണാനായിട്ട് ഞാൻ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഒരു ഗോപ്രോ, അതുപോലെ തന്നെ ഒരു ചൂരല്. ഇതിനകത്താണ് നമ്മൾ കുത്തി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കിളിക്കൂട്ടിലോട്ട് പോയാലോ? ഇന്ന് കുറേ ആൾക്കാരെ അഴിച്ചു വിടാനും ഉണ്ട്. ഇഹാൻകൂട്ടം വലിയ ചെറുക്കനായെന്ന് പറഞ്ഞ് എല്ലാവരോടും ഇഷ്ടം പോലെ പേര് ചോദിച്ചായിരുന്നു ഇഹാൻകൂട്ടം വലുതായോന്ന്. ഇവന് 2 പല്ല് വന്നിട്ട് 2 പല്ല് വന്നിട്ടുണ്ട്. ഒരു കാര്യമില്ല അങ്ങോട്ടേക്ക്. ഇവിടെ ഒരാൾ സൈഡിൽ കൂടെ ഒന്ന് പറയുകയാണ് കേട്ടോ. ഇന്ന് വൈകിട്ട് അന്നക്കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അന്നക്കൊച്ചിന് 2 ഡിജിറ്റ് ആകാൻ വേണ്ടി പോകണം കേട്ടോ. 9 കഴിഞ്ഞിട്ട് 10 ആകാൻ വേണ്ടി പോകണം. എല്ലാവരും അന്നക്കൊച്ചിന് വിഷ് ചെയ്യട്ടോ അല്ലേ? ബർത്ത്ഡേയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നുണ്ട് കേട്ടോ. എന്നാൽ കിളിക്കൂടി കയറിയാലോ? നീ ഇതൊരു തൊമ്മനെ അയച്ചുവിട്ട് കണ്ടില്ലല്ലോ? ഇല്ല, ചേച്ചിയൊന്നും കണ്ടിട്ടില്ലല്ലോ. ആരും അയച്ചുവിട്ട് കാത്തൂനൊന്നും അയച്ചുവിട്ട് കണ്ടിട്ടില്ലല്ലോ? ആരും കണ്ടിട്ടില്ല. ബാ നമ്മൾ കിളിക്കൂടി കയറാൻ വേണ്ടി പോകണേ. എൻ്റെ കുളം മിക്കവാറും ഇവിടുന്ന് പോകുമ്പോഴേക്ക് ലൂക്കാപ്പ് നിറയ്ക്കും കേട്ടോ. ഇതുണ്ട് ഇതുണ്ടോ മീൻ എന്ന് പറഞ്ഞ നടപ്പുണ്ട്. ബാ കയറിക്കോ. ഓപ്പൺ. ലൂക്ക പാഞ്ഞാണ് പോകുന്നത്. ദേ നമ്മൾ കിളിക്കൂടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ കിളിക്കൂടിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിലുണ്ടല്ലോ നമ്മുടെ കുളം ഇത് കണ്ടോ ഫുള്ള് അടിപൊളിയായിട്ട് ആമ്പലുകളെല്ലാം വളർന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് നിന്ന് കുണിഞ്ഞ് നന്നുകൊണ്ട് ആമ്പലാണ് അല്ലേ? ഇത്രയും വലുതായി. അതിനകത്ത് എത്ര പൂവുണ്ട് എല്ലാ ദിവസവും? എത്ര പൂവുണ്ട് ഏറ്റവും കുറഞ്ഞത്? ഒരു 7 പൂവുണ്ട് എല്ലാ ദിവസവും. മിനിമം 4 പൂവുണ്ട് എല്ലാ ദിവസവും. അതുകൂടാതെ ഇത് കണ്ടോ, ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച ആമ്പലാണ്. അതിലും പൂവുണ്ടാകുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. നമ്മൾ പാലത്തോട്ട് കയറി കഴിയുമ്പം ഇതുണ്ടോ ഈ സൈഡിൽ കൂടെ ഫുള്ള് നമ്മൾ വെച്ച് ചെടികളാണ് കേട്ടോ. ഇതെല്ലാം വളർന്നു. ഇതൊക്കെ കണ്ടെത്തി നിന്ന് കൊണ്ടുവന്ന ചെടിയാണ്. ഇത് ഇതുണ്ടോ വള്ളി പോലെ പടന്നു പോകുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുളം ഇപ്പോഴാണ് ഒരു നാച്ചുറൽ കുളമായി മാറിയതല്ലേ? പച്ചപ്പ് ഹരിതാപം വന്ന ഇപ്പോഴാണ് കുളത്തിലല്ലേ? ഇത് കണ്ടോണേ, ഞാൻ കാണിച്ചു തരാം ഒരാളുടെ മെയിൻ വിനോദം എന്താണെന്ന്. ഇത് കണ്ടോണേ, ഇവിടെ വരിക, കല്ല് പെറുക്കുക, ഇതിനകത്ത് ഇടുക. ഇത് കണ്ടോ ഈ കല്ലൊക്കെ ലൂക്കയുടെ നിക്ഷേപമാണ് കേട്ടോ. ഇത് കണ്ടോ പിന്നെ മീനെ പിടിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സ്പാ ഫിഷിനെ മേടിച്ചിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അതിനോടുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇവിടെ എല്ലാവരും മീനെ പിടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ആർക്കും ഒന്നിനെ പോലും കിട്ടുന്നില്ല കേട്ടോ. എല്ലാം സീബ്ര ഡാനിയോസ് ആണ്. നമ്മുടെ കുളത്തിനകത്ത് വന്ന മേജർ ചേഞ്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് ശേഷമാണ് നമ്മൾ ക്യാമറ നമ്മുടെ കുളത്തിലേക്ക് ഇടുന്നത്.
നമ്മുടെ കിളിക്കൂടിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നേരത്തെ നമ്മുടെ കിളിക്കൂട് ഈ ഒരു ഏരിയ ഞാൻ ഇങ്ങോട്ട് മാറി എന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഏരിയ എല്ലാം ഫ്ലാറ്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫുള്ള് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുവാണ്. എല്ലാം ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പിലാണ്. ഇതുണ്ടോ, ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇതിനകത്ത് ഒരു വലിയൊരു സ്ട്രീം സൈഡിൽ കൂടെ നമ്മുടെ കിളിക്കൂടിനെ ചുറ്റി ഒരു വലിയ സ്ട്രീമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു പോണ്ട്, ഇവിടെ അടുത്തൊരു പോണ്ട്, പിന്നെ അങ്ങേ കോർണറിലും ഈ സൈഡിലും ഓരോ പോണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീമിൽ കൂടെ ഫുൾ ഇങ്ങനെ വെള്ളം ഒഴുകും. ആ വെള്ളം ഈ 4 പോണ്ടിൽ വന്ന് ചാടും. ആ 4 പോണ്ടിൽ നിന്ന് ഈ ഒരു പോണ്ടിൽ വരും. അപ്പം ഫുള്ള് വെള്ളച്ചാട്ടമായിരിക്കും. പിന്നെ ഇതിനകത്ത് ഫുള്ള് പ്ലാന്റ് ചെയ്യുക, സ്കേപ്പ് ചെയ്യുക, അങ്ങനത്തെ കുറേ പരിപാടിയാണ്. അത് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് കേട്ടോ. അപ്പേ ആദ്യം കാത്തൂനെ നമ്മൾ അയച്ചു വിടാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ സാധ്യത നമ്മൾ തുറന്നു വിടാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മുടെ രാജു രാധ എല്ലാവരും പോക്കോ. ബാ ശരി, ഒരാൾ പോയി, 2 പേര് പോയി, എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. ദേ കാത്തു അപ്പേനെ കെട്ടിപ്പിടിച്ചിരിക്കുവാണേ. കാത്തു ഒന്ന് പറപ്പിച്ചു വിട്ടെ. അപ്പോൾ അവിടെ കൊണ്ടേ കാത്ത് പറക്കുന്ന കാണണോ? ഇതുവരെ കണ്ടിട്ടില്ല. കാത്തിനെ പറപ്പിക്കുന്ന കാണിച്ചിട്ടേ. ദേ കണ്ടോ, കാത്തു നല്ല അടിപൊളിയായിട്ട് പറക്കും. പിന്നെ ആണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഈ സൈഡിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഇവരെ ഒന്നും അഴിപ്പിച്ച് വിടാൻ വേണ്ടി ആയിട്ടില്ല. ഇത് നമ്മുടെ കിളിക്കൂട്ടിലുണ്ടായ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ അന്ന് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, നമ്മൾ വീഡിയോയിൽ കാണിച്ചത് അവരാണിത്. അതുകൂടാതെ നമ്മുടെ അണ്ണാനൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ അണ്ണാൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ 3 കൂട്ടിൽ നമ്മുടെ അണ്ണാനാണ് കേട്ടോ. നമ്മൾ ഒരു പേരിനെ കൂടെ എക്സ്ട്രാ മേടിച്ചായിരുന്നു ബ്രീഡ് ചെയ്യിക്കാനായിട്ട്. പിന്നെ നേഴ്സറി പിള്ളേരെ കാണിച്ചേ. ഇതുണ്ടല്ലോ ഇവരെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജാവേനെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്നത്. നമ്മളിവരെ ഇറക്കി വിട്ടിട്ട് നമ്മൾ കയ്യിലെടുത്ത് തീറ്റ കൊടുത്ത് പറപ്പിച്ച് വിടുവാണ്. അപ്പം ഇവർ സേഫായിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ ആണെങ്കിൽ വെള്ളത്തിലൊന്നും വീഴത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടോ, 2, 4, 5, 6 പേരുണ്ട്. ഇപ്പം ഇവരെ നമ്മൾ കഴിഞ്ഞ സെറ്റിൽ നമ്മൾ അഴിച്ചു വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്താലോ, കുളത്തിനടിയിൽ എന്താണെന്ന് കാണണോ ആർക്കെങ്കിലും? വേറൊരു ലൈഫായിരിക്കും. കാണണോ? റെഡി, ബാ. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ഗോപ്രോനെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കുന്നു കേട്ടോ. ഗോപ്രോ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. വീഡിയോ ലോ ലൈറ്റ് മോഡുണ്ട്. ഇതേ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര നീളം മതി, ബാക്കി എൻ്റെ കൈയും കൂടി അഡ്ജസ്റ്റ് ചെയ്യും. വിടട്ടെ, അയച്ചു വിട്ടെ. ബാ, അന്നൊക്കെ ചെയ്ത് കൈയിടരുത്. ഇന്ന് നമ്മൾ ക്യാമറ ഇടുന്നത് നമ്മുടെ കുളത്തിനടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തരാവേ. ഇത് കണ്ടല്ലോ, ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ഈ ഒരു ഗൗരയുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ കുളത്തിലുണ്ടായതാണ്. ഇത് കണ്ടോ, ചുറ്റും മീനാണ് കേട്ടോ. ഇവരൊക്കെ എന്നാ സംഭവം എന്ന് അറിയാൻ വേണ്ടി തുറന്നു നിൽക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണേണ്ട ഇവിടെയല്ല, എനിക്ക് കാണേണ്ടത് ഇതിൻ്റെ അടിയിലാണ്, നമ്മുടെ ഈ ആമ്പലിൻ്റെ അടിയിൽ. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇതിലമ്മഴി കയറിയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കോറിഡോറ ക്യാറ്റ് ഫിഷ് പ്രഗ്നൻ്റ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, കോറീനെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇതുണ്ടോ നമ്മുടെ കോറിഡോറ ക്യാറ്റ് ഫിഷ് പ്രഗ്നൻ്റ് ആണ്. കാക്കയോ? ഞാനത് മുക്കാൻ വേണ്ടി പോകണം കേട്ടോ നമ്മുടെ ക്യാമറ. ഇതിനടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് പറ്റും. ഇത് കണ്ടോ, നമ്മുടെ കുളത്തിൻ്റെ അണ്ടർ വാട്ടർ വ്യൂ ഇങ്ങനെയാണ് ഇപ്പം. ഇത് കണ്ടോ. അതിനുശേഷം ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ കുറേ ചെടിയൊക്കെ ഉണ്ട്. ഇതിനടിയിലൊക്കെ മീൻ കാണുമായിരിക്കും അല്ലേ? ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ മീൻ കാണുമായിരിക്കും. പക്ഷെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ക്യാമറ വെച്ച് നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ ഒന്ന് ക്യാമറ മുക്കി നോക്കാം. ഇവിടെയൊക്കെ നമുക്ക് ക്യാമറ മുക്കി നോക്കാം. അപ്പോൾ കറക്റ്റ് അറിയാനായിട്ട് പറ്റും. ഈ ഒരു സൈഡ് നോക്കട്ടെ. ഇതിനകത്തൊക്കെ മീനുണ്ട് കേട്ടോ. ഇത് നല്ല രസമുള്ളമാരുണ്ടല്ലേ. ഇനി നമുക്ക് സെൻറ്ററിൽ വന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് നോക്കാവേ. ലൂക്ക അവിടെ വന്നിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ
ക്യാമറേനെ ഇവിടെ അങ്ങ് ഇറക്കി വിടാൻ വേണ്ടി പോവാണ്. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ഇതിനകത്ത് കുറേ മീൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ബ്ലൂ റാമിനൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ബ്ലൂ റാമിനെ നമുക്ക് കാണാനായിട്ടില്ല കേട്ടോ. അതൊക്കെ എവിടെയാണ് നമുക്ക് ശരിക്കും പറയാം, ക്യാമറ എല്ലാം പതിഞ്ഞാലേ ഉള്ളൂ. ലൂക്കാപ്പി കല്ലിടൽ തുടങ്ങി. പിന്നെ ഇത് കണ്ടോ, ഇഹാൻകുട്ടൻ്റെ ലൂക്കാപ്പിയുടെ ഒക്കെ മെയിൻ വിനോദം എന്ന് പറഞ്ഞത്. എടാ ഇഹാൻകുട്ടാ, ഞാൻ പറയട്ടെ, ഇവന് മറ്റേ ലൈഫ് ജാക്കറ്റ് മേടിച്ച് ഇവന് മറ്റേ അതിനകത്ത് നീന്താൻ വിട്ടാലോ? ആ ചേച്ചിക്ക് സൂപ്പറായിട്ട് നീന്താൻ അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നീർ ചേച്ചിയും കേട്ടോ, നീർ ചേച്ചിക്ക് സൂപ്പറായിട്ട് നീന്താൻ അറിയാം. രണ്ടുപേരും എക്സ്പേർട്ടാ. വെള്ളം ഇല്ലെങ്കിലേ നീന്തത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ അണ്ടർ വാട്ടർ വിഷ്വൽസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളെയാണ് കുഞ്ഞുമറിയത്തിൻ്റെ മാമോദീസ. അതൊരു ഫാമിലി വ്ളോഗായിരിക്കും, നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ്. അതുകൂടാതെ തിരിച്ച് വന്നിട്ട് മാമോദീസയെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിളിക്കൂട് മൊത്തം അടിപൊളിയാക്കുക. പിന്നെ ഞാൻ കാണിക്കാത്ത വേറെ സംഭവം ഉണ്ട് കേട്ടോ, അവിടെയും കൂടി ഒരു ടാങ്കുണ്ട്. ടാങ്കുകളുടെ ബഹളമായിരിക്കും നമ്മുടെ കിളിക്കൂട്ടിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് മിസ്റ്റർ ബിൻസറിയക്. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ലൂക്കാപ്പി ചേച്ചി ബൈ ബൈ, ചേച്ചി ബൈ ബൈ, രണ്ട് ചേച്ചിമാർ ബൈ ബൈ, അന്നക്കൊച്ച ബൈ ബൈ, അച്ഛാ മമ്മി ഇഹാൻകുട്ട ബൈ ബൈ, ഇല്ല വെള്ളത്തിൽ ചാടാനാണ്, വെള്ളത്തിൽ ചാടാനാ. വെള്ള ധൈര്യത്തിന്റെ കാര്യം വിട്ട് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ചെടിയെ ചവിട്ടോ. എനിക്ക് തോന്നുന്നു അവര് വേറെ ഒന്നും നീന്തെടുത്തില്ലാന്ന് തോന്നുന്നു. ഇവരെ കണ്ടിട്ട് നീന്തുമായിരിക്കും. അറിയാണ്ട് കിട്ടിയോ? ആരറിയാണ്ട് ജമ്പ് ചെയ്യും. കണ്ണില്ലാത്ത കരച്ചിൽ. എടാ ഒരു തുള്ളി കണ്ണിനെങ്ങനെ വേണം, ഇല്ലെങ്കിൽ മോശമാണ്. എന്നാ ലൂക്കാപ്പി കാണിക്കുന്നേ? വാട്ട് ഈസ് ദിസ്? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ പജീറോനെ നമ്മൾ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ജിത്തു ചേട്ടനാണ് സ്റ്റോക്ക് ആക്കിയിരിക്കുന്നത്. സ്റ്റോക്ക് ബമ്പർ, സ്റ്റോക്ക് ടയേഴ്സ് എല്ലാം സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ സ്റ്റക്ക് ആക്കിയിരുന്നപ്പോൾ ഞങ്ങൾ രക്ഷിച്ചവന്മാരാണ് കേട്ടോ ഇവർ. അവൻ്റെ പേരെന്നെ ആദിത്യനും ജിജിനും. ഇവരാണ് നമുക്ക് കത്തി മേടിച്ചുകൊണ്ട് തന്നത്. കരിപ്പത്തൂർ സ്കൂളാണ് പഠിക്കുന്നത് അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7 മോനോ 6. അപ്പോൾ താങ്ക്സ്, കാണാം കേട്ടോ.